ഹലോ. ഇന്നത്തെ ചിന്താവിഷയം നീള നമ്പ്യാരാണ്. നീള നമ്പ്യാരെ നിങ്ങൾക്ക് അറിയായിരിക്കും, എനിക്കറിയാം നിങ്ങൾക്കറിയാമെന്ന്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയായിരിക്കും. കുഞ്ഞ് മറ്റേ പച്ചിലകൾ കൊണ്ട് നാണം മറച്ച് മീൻ പിടിക്കുന്ന നീള നമ്പ്യാർ, അല്ലെങ്കിൽ അരുവിയുടെ കരയിലിരുന്ന് നല്ല മീൻകറി വയ്ക്കുന്ന നീള നമ്പ്യാർ നിങ്ങൾക്കറിയാം, എനിക്കറിയാം നിങ്ങൾക്കറിയാമെന്ന്. ഈ നീള നമ്പ്യാർ ആക്ച്വലി ആസിയ. അവരൊരു ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്ക് അറിയായിരിക്കും അല്ലേ. ഒരു ഇൻ്റർവ്യൂ, എനിക്ക് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. ഒരു ഇൻ്റർവ്യൂ വന്നതോടുകൂടിയാണ് ഞാൻ പരിചയപ്പെട്ടത്, ആ ഇൻ്റർവ്യൂ കണ്ടിട്ട്. അപ്പോൾ ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളായിരുന്നു. അവർ ഫോട്ടോഷൂട്ട് ചെയ്തു. ആ സമയത്ത് ജീൻസും ടോപ്പൊക്കെ ഇട്ടുള്ള ഫോട്ടോഷൂട്ട് കണ്ടിട്ട് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഇവരെ പുറത്താക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പുറത്താക്കിയ അത് ജീൻസും ടോപ്പും ഇട്ടിട്ടാണെങ്കിൽ അത് ഇപ്പം അവർ എന്നാൽ പിന്നെ അങ്ങനെ പറ്റൂലല്ലോ, അങ്ങനെ നമ്മളോടാ കളി, അങ്ങനെ പറ്റൂലല്ലോ. എന്നാൽ പിന്നെ നമ്മൾ വേറെ ടൈപ്പ് ഫോട്ടോഷൂട്ട്, പേരൊക്കെ ഒന്ന് മാറ്റിയിട്ട്, ആസിയ എന്ന പേരിട്ടിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം. എന്നാൽ നമുക്ക് പേര് മാറ്റിക്കളയാം, നീള നമ്പ്യാർന്ന് പേരുവിട്ട് നേക്കഡ് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം അതാണ് അവരുടെ പരിപാടി. നേക്കഡ് ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ അത് ആവശ്യക്കാർക്ക് കാണാം, പേയ്മെൻ്റ് ഉണ്ട്, അത് കൊടുത്താൽ മതി. അത് എങ്ങനെ കാണാമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിനി അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വേണ്ടവർക്ക് അങ്ങനെയാണ് ഫോട്ടോസൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ 2-3 ഫ്രണ്ട്സ്, കുറച്ച് പേര് മാത്രമേ, ഇപ്പോൾ വീട്ടിൽ നിന്നെല്ലാം പുറത്തായി, കുടുംബക്കാരൊന്നും മിണ്ടത്തില്ല, ആരുമായിട്ടും കണക്ഷനൊന്നുമില്ല. ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ആരുമായിട്ട് അടുപ്പമൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡിനൊക്കെ ഇങ്ങനെ കിട്ടുമായിരിക്കും, അപ്പം അത് ഞാൻ തന്നെയാണ്, അത് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു, അതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ വരുന്നതാന്നൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നീള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാരണം എന്ന് വെച്ചാൽ, ആനയ്ക്കൊക്കെ ഹിന്ദുക്കളുടെ പേരല്ലേ ഇടുന്നത്, അപ്പം അത് ക്രിസ്ത്യൻ്റെയോ മുസ്ലിമിൻ്റെയോ ഒന്നും പേര് വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇട്ടതാന്ന് പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട്, ഇരിക്കട്ടെ, നീള നമ്പ്യാരെങ്കിൽ അങ്ങനെ. അവർ അതുകൊണ്ട് അവർക്ക് ജീവിതം നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ, അതിൽ ജാതിയും മതമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് നീള നമ്പ്യാരോട് പറയാനുള്ളത്, നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തിട്ട് നാളെ ഈ മക്കൾക്കും ഭർത്താവും പിന്നെ അറിയാം ഇത് ഇനി ഫ്യൂച്ചർ എന്താണെന്നുള്ളത്. ഭർത്താവിനെ പിന്നെ വിട്ടേ, അയാൾ ഷെഫാന്ന് പറയുന്നു, ഞാൻ പറയുന്ന അയാൾക്കൊരു എന്താ പറയുക, ചുമടെടുക്കാൻ പോയിട്ടാണെങ്കിലും ജീവിക്കായിരുന്നു. പിന്നെ ഈ പൈസ കിട്ടത്തില്ല, ഈ സൗകര്യങ്ങളിൽ ജീവിക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. എന്നാലും നാളെ ഈ കുട്ടികൾക്ക് നിങ്ങൾ അമ്മയാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. അത് നിങ്ങൾ ആ അവസ്ഥയിലോട്ട് ഇനി ജീവിച്ച് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. നിങ്ങളെന്തായാലും ഈ ജോലി നിർത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഇൻ്റർവ്യൂവിൽ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അല്ല നിങ്ങളുടെ സൗകര്യമാണ്. പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, കുട്ടികൾക്ക് ഇപ്പം ചെറിയ പ്രായമേ ഉള്ളൂ. 14 വയസ്സിലുള്ള കുട്ടി പറയുന്ന തീരുമാനം, ആ കുട്ടി പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ അമ്മ ചെയ്തോന്നാണ്. കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കുട്ടികൾ പറഞ്ഞത് ഓക്കെ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ അമ്മ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളെ ഇതിലും തിരിച്ചറിയാവുന്ന ഒരു പ്രായത്തിൽ നിങ്ങളെ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാനൊക്കെ വിഷമമായിരിക്കും. അപ്പോൾ നാളെ കറിവേപ്പിലയാകുന്ന, കാരണം ഇതേപോലെ ജീവിച്ച് കറിവേപ്പിലയായ പലരെയും നമുക്കറിയാം, പല ഇൻ്റർവ്യൂവിൽ ഇവർ വന്നിട്ട് പറയും, നമ്മൾ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് നിങ്ങൾ ഇപ്പോഴേ സ്വന്തമായിട്ട് മാറ്റി വെച്ചോ. അതെൻ്റെ ഒരു ഉപദേശമാണ്. വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടെങ്കിൽ കളഞ്ഞേ, ഒരു പ്രശ്നവുമില്ല. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. കാരണം ഇങ്ങനെയുള്ളവരെ എപ്പോഴും ഒരു കാലം കഴിയുമ്പം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ഈ സൗന്ദര്യവും അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിമാൻഡും ഒരു പ്രായം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് വലിയ ആവശ്യക്കാരൊന്നുമില്ല. അപ്പോൾ ആ ഡിമാൻഡ് പോകുന്നതിലിടയ്ക്ക് സ്വന്തമായിട്ടും കൂടി ഒരു സമ്പാദ്യം കരുതി വയ്ക്കുക. കാരണം വേറെ ആരും ഉണ്ടാവത്തില്ല, തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല. കൂടെ നിർത്തി ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നിർത്തിയിട്ടുള്ള ഫാമിലി വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 90% ആൾക്കാരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഉപദേശമായിട്ട് എടുക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നീള നമ്പ്യാരെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ട, മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ആളാണ്. അപ്പം ഇത് എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞ ഇവരിത് ചെയ്യുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ കമ്മ്യൂണിറ്റിക്ക് പ്രശ്നമാണ്, ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നിങ്ങൾക്ക് നാളത്തെ ജീവിതത്തിൽ സാധ്യതയുള്ള, സംഭവിക്കുമെന്ന് ഉറപ്പൊന്നുമില്ലേ, സാധ്യതയുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ
സ്വന്തമായിട്ടൊരു ചെറിയ സമ്പാദ്യം നാളെ വഴിയാധാരമാകാതിരിക്കാൻ കരുതി വെച്ചാൽ നല്ലതായിരിക്കും.